വെടിനിർത്തൽ ലംഘിച്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗസയിൽ 6 പേർ കൊല്ലപ്പെട്ടു. റഫയിൽ ഇസ്രായേൽ സൈനികർക്ക് പിന്തുണ നൽകിയ ഹമാസ് വിരുദ്ധ സായുധ സംഘ തലവൻ യാസിർ അബു ഷബാബ് കൊല്ലപ്പെട്ടു. ഇസ്രായേൽ തടവറയിൽ കഴിഞ്ഞ 3 ഫലസ്തീനികളുടെ മരണം കൊലപാതകമാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. ഗസയിലേക്കുള്ള റഫ അതിർത്തി ഭാഗികമായി തുറക്കാൻ ഇസ്രായേൽ സമ്മതിച്ചു. ഗസയിൽ നിന്ന് ഫലസ്തീനികൾക്ക് പുറത്തുപോകാൻ മാത്രമേ അനുമതിയുണ്ടാകൂ. ഗസയിലേക്ക് ഫലസ്തീനികൾക്ക് തിരികെ വരാൻ ഇസ്രായേൽ അനുവദിക്കില്ല. എല്ലാ ബന്ദികളുടെയും മൃതദേഹം ഹമാസ് തിരികെ നൽകാതെ റഫ അതിർത്തി പൂർണ്ണമായും തുറക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അവശേഷിച്ച ഒരു ബന്ദിയുടെ മൃതദേഹത്തിനായി തിരച്ചിൽ ഊർജിതം. MC നാസറുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, ഈ പറഞ്ഞതുപോലെ തന്നെ വെടിനിർത്തൽ കരാറിന് യാതൊരു വിലയും നൽകാതെ ഇസ്രായേൽ ആക്രമണം ഗസയിൽ ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടെ ഇന്ന് മാത്രം 6 പേരുടെ കൂടി മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഗസയിൽ. അതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് റഫ അതിർത്തി ഭാഗികമായെങ്കിലും തുറക്കാൻ ഇസ്രായേൽ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഗസയിലേക്ക് ജനങ്ങളെ വരാൻ റഫ അതിർത്തി തുറക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്തരത്തിൽ നേരത്തെ വെടിനിർത്തൽ കരാറിലും സൂചന ഉണ്ടായിരുന്നത് റഫ അതിർത്തി പൂർണ്ണമായും തുറക്കണമെന്ന് തന്നെയായിരുന്നു. പക്ഷെ അത് ഇതുവരെയും തുറന്നിട്ടില്ല. തുറക്കാമെന്ന് പലതവണ ഇസ്രായേൽ പറഞ്ഞതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഒരു ഭാഗികമായി തുറക്കാനുള്ള തീരുമാനം ഇസ്രായേൽ എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇസ്രായേൽ ഈ തീരുമാനം പ്രാബല്യത്തിലാക്കാനുള്ള സാധ്യതയുണ്ടോ നാസർ? അനീഷ, ഏതാണ്ട് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ട് ഇപ്പോൾ 54 ദിവസം പിന്നിടുകയാണ്. ഈ ഒരു സമയം കണക്കുകൂട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 598 തവണയാണ് ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെതായിട്ടുള്ള ആക്രമണങ്ങൾ ഗസയിൽ തുടരുന്നത്. 360-ലധികം പേർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 1000-ലേറെ പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഈ വെടിനിർത്തൽ ഉള്ള അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ 6 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൽ അധിക പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഖാൻ യൂനിസിലും അതോടൊപ്പം തന്നെ റഫയിലുമാണ്. റഫയിലും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ രാത്രിയിലും തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇനി ബന്ദികളുടേതായിട്ട് കൈമാറാനുള്ളത് ഒറ്റ മൃതദേഹം മാത്രമാണ്. അത്തരമൊരു ഘട്ടത്തിൽ എന്തായാലും പ്രതിസന്ധി തീരും, രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന ഒരു വലിയ പ്രതീക്ഷ 2 ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വൈകുന്നേരം നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ സുരക്ഷാ സമിതി യോഗം ചേരുകയും കൂടുതൽ ശക്തമുള്ള ആക്രമണ പരിപാടികൾ റഫ ഉൾപ്പെടെയുള്ള ഗസയിൽ തുടരാനുള്ളൊരു തീരുമാനം ഈ മന്ത്രിസഭാ സമിതി കൈക്കൊണ്ടതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ 1 ലക്ഷം ഫലസ്തീനികളെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. 2 കൊല്ലത്തിലേറെ നീണ്ട ആ വംശഹത്യ ഒരു വെടിനിർത്തൽ ഘട്ടത്തിലും തുടരുന്നു. അത് ഇനിയും കൂടുതൽ ശക്തമായിട്ട് തുടരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നെതന്യാഹു സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. സൈനിക നേതൃത്വത്തോട് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് നീക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി എന്നത് യാസിർ അബു ഷബാബിൻ്റെ കൊലയാണ്. കാരണം റഫയിൽ നമുക്കറിയാൻ സാധിക്കും, നേരത്തെ ആ വെടിനിർത്തലിന് തൊട്ട് മുമ്പ് വരെയും ഇസ്രായേലിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും ഹമാസ് വിരുദ്ധമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോയ ഒരു സായുധ സംഘത്തിൻ്റെ നേതാവ് കൂടിയാണ് കൊല്ലപ്പെട്ട യാസിർ അബു ഷബാബ്. ഇദ്ദേഹത്തിൻ്റെ കൊലപാതകം എങ്ങനെയാണ് സംഭവിച്ചത്, അതിന് പിന്നിൽ ഹമാസാണോ എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ചിത്രം ഇനിയും പുറത്തു വന്നിട്ടില്ല. എന്തായാലും സൊറോക്ക ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും പരിക്കേറ്റ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് ഇസ്രായേൽ നേതൃത്വം, ഇസ്രായേൽ വാർത്താമാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹമാസിനെതിരായിട്ട് അവർ മുന്നിൽ കണ്ടിരുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സായുധ സംഘത്തെയായിരുന്നു ഈ യാസറിലൂടെ അവർ രൂപപ്പെടുത്തിയെടുത്തത്. ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നൊരു ഘട്ടത്തിൽ പോലും സാലിഹ് അൽ ജഫറാവി എന്ന ഒരു മാധ്യമ പ്രവർത്തകരെ ഈ അബൂ ഷബാബ് കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി. അത് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടിക്കുന്ന ഒരു വിയോഗം കൂടിയായിരുന്നു മാധ്യമപ്രവർത്തകൻ്റെ. അത്രയും ക്രൂരമായിട്ടുള്ള ചെയ്തികൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഫലസ്തീനികൾക്കിടയിൽ വലിയ തോതിൽ വിഭജനമുണ്ടാക്കാനും ഈ ഹമാസിനെതിരായിട്ടുള്ള ഒരു നിര കെട്ടിപ്പടുക്കാനുമായിരുന്നു ഈ ഒരു സായുധ സമരത്തിലൂടെ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനാണ് ഇന്നിപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായിട്ട് യാസറിൻ്റെ കൊലയിലൂടെ ഒരു അന്ത്യമായിരിക്കുന്നത്. ഇത് ഇസ്രായേൽ നേതൃത്വത്തെ വലിയ തോതിൽ ഞെട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് അടിയന്തരമായിട്ട് സുരക്ഷാ സമിതി യോഗം ചേരുകയും റഫ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ